പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നെന്മാറ നിയമമണ്ഡലത്തിൽ 2019-20 കോവിഡ് കാലത്ത് 500 ആളുകൾക്ക് ടിവിയും മൊബൈലും നൽകുകയും ഗൃഹശ്രീ പദ്ധതി പ്രകാരം 4000 ആളുകൾക്ക് വീട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭവന നിർമ്മാണ ബോർഡും തിരുത്തമ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ടൈഅപ്പ് ആയിക്കൊണ്ട് 2013 തുടങ്ങിയ ഗൃഹശ്രീ പദ്ധതി, നേരത്തെ ഭവന നിർമ്മാണ ബോർഡായിരുന്നു, ഗൃഹശ്രീ പദ്ധതി തുടങ്ങി 4000 ആളുകൾക്ക് ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഭരിക്കുമ്പോൾ 2016 വരെ 300 ആളുകൾക്ക് വീടും, അതിനുശേഷം 2019 വരെ 19-20 കാലഘട്ടത്തിൽ ഹൈക്കോടതി സാങ്ഷൻ വന്ന് 4000 ആളുകൾക്ക് വീട് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നാണ് ഉത്തരവ് പ്രകാരമാണ് നൽകിയിരിക്കുന്നത്. ഗൃഹശ്രീ പദ്ധതി പ്രകാരം ഇപ്പോൾ 2 ലക്ഷം അടയ്ക്കുകയാണെങ്കിൽ 5 ലക്ഷം മടക്കി കിട്ടും. 810 സ്ക്വയർ ഫീറ്റ് വരെ കൊടുക്കുന്നുണ്ട് വീട്. നേരത്തെ 2016 ഈ പദ്ധതി നിലയ്ക്കുകയും അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ച ഹൈക്കോടതിയിൽ നിന്ന് ഇതുവരെ 4000 ആളുകൾക്ക് കൊടുക്കാനുണ്ട് എന്ന് ഗൃഹശ്രീയുടെ തിരുവനന്തപുരം സെക്രട്ടറി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ കോൺഫറൻസിൽ തിരുവനന്തപുരം പോകാൻ കഴിയാതെ വന്നത് വീഡിയോ കോൺഫറൻസിലൂടെ ഇത്ര ആളുകൾക്ക് വീട് നൽകാനുണ്ട്, അത് അടിയന്തരമായി നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ 4000 ആളുകൾക്ക് വീട് നൽകിയിട്ടുണ്ട്. 500 ആളുകൾക്ക് 2019-20 കാലഘട്ടത്തിൽ 21 വരെ TV മൊബൈൽ കൊടുത്തു. കൊറോണ കാലത്ത് പേര് ശങ്കരനാരായണനാണ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, 15 വർഷം മെമ്പറായിരുന്നു, 15 വർഷം തോറ്റു. ഇനി നെന്മാറ നിയമമണ്ഡലത്തിൽ 2026 MLA സ്ഥാനാർത്ഥിയായി TV ചിഹ്നത്തിൽ നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നു. എല്ലാ നാട്ടുകാരും ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളും കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും, അതുമാത്രമല്ല 2000 ആളുകൾക്ക് 2010 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുകയും 2011 257 വോട്ടിന് മാട്ടായിൽ നിന്ന് ജയിച്ച സമയത്ത് കുടിവെള്ളമില്ലാതാവുകയും കുടിവെള്ളം തടഞ്ഞു വയ്ക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2000 കുടുംബത്തിന് കുടിവെള്ളം കൊടുക്കുകയും 5 ദിവസം ജയിലിലും കിടന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇനി പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. നെല്ലിയാമ്പതിയിൽ നിന്നും കേശവൻപാറയിൽ നിന്നും വെള്ളം കൊണ്ടുവരികയും ചുള്ളിയാർ മേങ്കര എന്നീ ഡാമുകൾ നിറയ്ക്കുന്നതിനും കൽച്ചാടിപ്പുഴയിലത്തെ വെള്ളം സംഭരിച്ച് തടയണ കെട്ടി കൃഷിക്കും LB കനാലിൽ കയറ്റിവിടുന്ന പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ സീതാർകുണ്ട് പദ്ധതിയിൽ നിന്നും 1 കിലോമീറ്റർ അവിടെയും തടയണ കെട്ടി ചെക്ക് ഡാം കെട്ടി ഇവിടെ ചുള്ളിയാർ മീൻകരയ്ക്ക് നിറയ്ക്കുന്നത്. നെല്ലിയാമ്പയിൽ നിന്ന് കേശവൻപാറയിൽ നിന്ന് 300 മീറ്റർ ടണൽ മാർഗമോ അല്ലെങ്കിൽ പൈപ്പും മുഖാന്തരമോ വെള്ളം കൊണ്ടുവന്ന് പോത്തുണ്ടി ഡാമിലേക്ക് നിറയ്ക്കുന്നതിന് ഉള്ള പദ്ധതിയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട്. ഉടനെ തന്നെ അതിന് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യും. നെന്മാറ ഗവൺമെൻറ് ആശുപത്രി മെച്ചപ്പെടുത്തുകയും നെന്മാറ ഗവൺമെൻറ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, ഓർത്തോഡോക്സ് ഡോക്ടർ, എല്ലുരോഗ വിദഗ്ധർ, പിന്നെ മോർച്ചറി ആശുപത്രി ഡെവലപ്മെൻറ്റ്, നേരത്തെ 100 കിടക്ക ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ 18 പേര് 19 പേര് ചികിത്സയിൽ കിടത്തി ചികിത്സയുള്ളൂ. ഒരു മുള്ളു കുത്തിയാൽ ചികിത്സയില്ലാത്ത അവസ്ഥയാണ്. ഇത് എല്ലാം മനസ്സിലാക്കി നെന്മാറ നിയമമണ്ഡലത്തിൽ സമഗ്ര വികസനത്തിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ പറഞ്ഞു.